ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ ചക്കയും കൊണ്ടൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ചക്കയും കൊണ്ട് പല വിഭവങ്ങളും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതിൽ ഒന്നാണ് ചക്കപ്പപ്പടം. ചക്കപ്പപ്പടം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് വെട്ടിപ്പൊളിച്ച് അത് ചുളയൊക്കെ പറിച്ചെടുക്കണം. നല്ല മൂത്ത ചക്കയാണ് ഇനി നമ്മളിതിൻ്റെ ചുളയൊക്കെ പറിച്ചെടുക്കണം. അല്ലാതെ പഴുപ്പ് കയറിയ ചക്ക പറ്റില്ല, നല്ല മൂത്ത ചക്കയാണ് എടുക്കേണ്ടത്. ചക്കപ്പപ്പടം ഉണ്ടാക്കാം. ആദ്യം നമുക്കിതിൻ്റെ ചുള മാത്രം എടുത്തിട്ട് നുറുക്കി വെക്കാം. ചക്കച്ചുള പറിച്ച് അതിൻ്റെ കുരു ചകിണി എല്ലാം കളഞ്ഞ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് വേവിക്കുന്നത്, കാരണം നന്നായിട്ട് വെന്ത് കിട്ടണം. അതുകൊണ്ട് കുക്കറിലാണ് വേവിക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് ആവശ്യത്തിനുള്ള നമുക്ക് വേവിച്ചതിന് ശേഷം നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വീണ്ടും ചേർക്കാം. ഇനി നമുക്ക് വേവാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നല്ല എണ്ണ പോലെ അരച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ നല്ല കുഴമ്പ് രൂപത്തിൽ നന്നായിട്ട് മിക്സിയിലെല്ലാം ആദ്യം അരച്ചെടുക്കുക. ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ അതിനകത്ത് നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തിളക്കണം. പിന്നെ ഇനി ഒരു മുളക് പൊടി ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി ഉപ്പ് കുറവുണ്ടോ എന്ന് ടേസ്റ്റ് നോക്കി അറിയാം. വേണമെങ്കിൽ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. ജീരകവും മുളക് പൊടിയൊക്കെ ഏകദേശം എല്ലാ ഭാഗത്തേക്കായി. ഇതിൽ പരത്താം. കനം കുറഞ്ഞ് പരത്തണം. നല്ല വെയിലുണ്ട്. നല്ല വെയിലത്ത് ചെയ്താൽ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. ഇങ്ങനെ നമ്മൾ പ്ലേറ്റിൽ പരത്തിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. നമുക്കത് ഉണങ്ങിയതിന് ശേഷം നോക്കാം. ഏകദേശം ഒരു 4 ദിവസം, നല്ല വെയിലാണ്, ഒരു 4 ദിവസം ഉണക്കം കിട്ടിയാൽ മതിയാവും. നന്നായിട്ട് ഉണങ്ങിയെടുക്കണം. അതായത് കേടുകൂടാതെ നമുക്ക് എടുത്തേക്കാൻ പറ്റും. അവിടെ നന്നാക്കി അത് ഉണക്കിയെടുക്കുക. ആദ്യം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം റൗണ്ട് പാത്രം കൊണ്ട് കട്ട് ചെയ്തെടുത്താണ്. ഇത് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അതായത് ഇതേമാതിരി കണ്ടില്ലേ, നമ്മുടെ പപ്പടത്തിൻ്റെ കനയുള്ളൂ. നോക്കി നോക്കൂ, പപ്പടത്തിൻ്റെ കനയുള്ളൂ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതൊരു 3-4 ദിവസം വെയിലിന് അനുസരിച്ചിരിക്കും. നന്നായിട്ട് ഉണങ്ങണം എന്ന് മാത്രം കണ്ടില്ലേ. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പ്ലാസ്റ്റിക് കവറിൽ എടുത്തേക്ക് പൂപ്പിൽ വരിക കേടുവരിക ഒന്നുമില്ല. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ ഇതെന്തായി, നമ്മുടെ പപ്പടത്തിൻ്റെ ഷേപ്പായി. ഇനി നമ്മളിത് എന്ത് ചെയ്യാം, എണ്ണയിൽ മൊരിയിച്ചെടുത്താൽ മതി. വേണമെങ്കിൽ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം. മൊരിയിച്ചെടുത്തൊരു വീഡിയോ വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങളിതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ചക്കപ്പപ്പടം വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ചക്ക കിട്ടുന്ന അവസരമാണ്. വേനൽക്കാലമാണ്. അപ്പോൾ നമുക്കത് പഴുത്ത ചക്ക ഉപയോഗിക്കരുത്, അല്ലാത്ത ചക്ക ഉപയോഗിക്കണം. ഒരു പുളിപ്പ് വന്ന ചക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഉണങ്ങിയ മാതിരി വരില്ല. നല്ലൊരു മൂത്ത ചക്ക എടുത്തിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ നന്ദി.